പച്ച ഇറച്ചി, പച്ച മീൻ, അങ്ങനെ ലോകത്തിലുള്ള സകലമാന സാധനങ്ങളും പച്ചയ്ക്ക് തിന്നണവനാണ് ഞാൻ എന്ന് ഒരു കിംവദന്തി ഉണ്ട്. എന്നാൽ ശരിക്കും ഞങ്ങൾ വീട്ടിൽ എന്താണ് ഒരു ദിവസം കഴിക്കണേ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. റെഡി പൂപ്പാ. കുറ്റം പറയാൻ പറ്റില്ല അല്ലേ, ഞാനിങ്ങനെ ഇടയ്ക്ക് പച്ച മീൻ, പച്ച ഇറച്ചി, പച്ച സാധനങ്ങളൊക്കെ കഴിക്കുന്നത് കാണുമ്പോൾ ചിലർ വിചാരിച്ചിട്ടുള്ളത് ഞാൻ ശരിക്കും ഇങ്ങനെ എല്ലാ ദിവസവും ഒരു 1/2 കിലോ പച്ചിറച്ചി തിന്നണ കാർണിവോറാണെന്നാണ് കേട്ടോ. അല്ല, ഞാൻ അങ്ങനെ പച്ചിറച്ചി ഒരു കോപ്രായത്തിന് വേണ്ടി തിന്ന് കാണിക്കണതല്ല. ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. ഇതൊക്കെ ഓരോ സ്ഥലത്തെ ഡെലിക്കസിയാണ്. പച്ചിറച്ചി കഴിക്കുന്നതിൽ ഞാൻ വലിയ ആനന്ദമൊന്നും കണ്ടിട്ടില്ല. പിന്നെ മീൻ പച്ചയ്ക്ക് കഴിക്കുന്നതിൽ ശരിക്കും നല്ല രുചിയുണ്ട് കേട്ടോ. ശരിക്കും രുചിയുള്ളൊരു സാധനം. കാരണം സീ ഫുഡിന് അല്ലെങ്കിൽ മീനിന് നല്ല ഫ്ലേവർ ഉണ്ട്. കടലിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് മിനറൽസ് ഉണ്ട്, ഉപ്പൊക്കെ അതിന് നാച്ചുറലി ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഉമാമി ഉള്ളൊരു സാധനമാണ് മീൻ. കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പച്ചയ്ക്ക് കഴിക്കുന്നതുകൊണ്ടാണ് ലോകത്തിലുള്ള എല്ലാവരും തന്നെ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അത് പച്ചയ്ക്ക് കഴിക്കുന്നത്. പിന്നെ ചെറിയ ചില്ലറ പ്രോബ്ലംസൊക്കെ പച്ച കഴിക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മീറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് അധികം ഉണ്ട്, പക്ഷെ നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് കഴിക്കാറ്. അപ്പം നമ്മൾ ഒരു ദിവസത്തെ രാവിലത്തെ കാപ്പി മുതൽ വൈകുന്നേരത്തെ ഡിന്നർ വരെ നമ്മുടെ കംപ്ലീറ്റ് ഫുഡാണ് ഇന്നത്തെ വീഡിയോ. കാപ്പി നമ്മുടെ സിമ്പിൾ കാപ്പിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കി നമ്മുടെ കാപ്പി മെഷീൻ നമ്മൾ ഇവിടെ ഫ്രഷ്ലി ബ്രൂ ചെയ്തിട്ടുള്ള കാപ്പിന്ന് ഒരു ഡിക്കോഷനോട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ലാക്ടോസ് ഇൻടോളറൻ്റ് ആണ്. അപ്പം നമുക്ക് ഈ പാല് കഴിക്കാൻ പറ്റാത്ത കാരണം ഞാൻ എപ്പോഴും കാപ്പി ഉണ്ടാക്കാറ് ക്രീം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടെങ്കിൽ ഒരു ലേശം ക്രീം ഉപയോഗിച്ചിട്ട് കാപ്പി ഉണ്ടാക്കാം. അപ്പോൾ ആ പാലിൻ്റെ ടേസ്റ്റ് കിട്ടും. പിന്നെ ശ്രദ്ധിക്കുക, ക്രീമിലാണെങ്കിലും ലാക്ടോസ് ഉണ്ട്, പക്ഷെ വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കി ഓട്ട് മിൽക്കും മറ്റുള്ള എല്ലാം ഞാൻ ട്രൈ ചെയ്തു, ഒന്നും എനിക്ക് ശരിയാവുന്നില്ല. നല്ല അടിപൊളി കാപ്പിയല്ലേ നോക്കിയേ. നമ്മുടെ നാട്ടിലെ കാപ്പിയുടെ കളറൊക്കെ ഇല്ലേ, സൂപ്പർ കാപ്പി കഴിഞ്ഞിട്ട് കുറച്ച് നേരം എഡിറ്റ് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ടാണ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഓക്കെ, അപ്പോൾ പഞ്ചസാര രാവിലെ ഷുഗർ ഇടാറില്ലേ കാപ്പിയിൽ, വൈകിട്ട് ഉണ്ടാക്കുന്ന കാപ്പിയിൽ ഷുഗർ ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നോട്ട് ടു മച്ച് കാലറി, കുറച്ച് ആ ബട്ടറിൻ്റെ കാലറി മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി പോയിട്ട് എഡിറ്റ് ചെയ്യാം. ഗോൾഡേക്ക് രാവിലെ എല്ലാ ദിവസവും 1.5 മണിക്കൂർ മീറ്റിംഗ് ഉണ്ട്. ഗോൾഡ് അവിടെ നീഡ്സ് അസസറാണ്. നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എന്താ പറയുക, ഈ വയസ്സായ ആൾക്കാരിനെയൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്പാച്ച് ചെയ്യുന്ന യൂണിറ്റിൽ അസസ്മെൻറ്റ് ചെയ്തിട്ട് ഇവർക്ക് കാശും ഫണ്ടിങ്ങും ഒക്കെ റെഡിയാക്കി ഓൾഡ് ഏജ് ഹോം ആണെങ്കിൽ അല്ലെങ്കിൽ കെയർ എന്താ പറയുക ഭയങ്കരമാണ് മീറ്റിംഗ് കൊണ്ടുവരും. ഓക്കെ, നമ്മുടെ എഡിറ്റിങ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഡാവിൻസി റിസോൾവ് ആണ് കേട്ടോ എപ്പോഴും എഡിറ്റ് ചെയ്യാൻ. ആദ്യം ഞാൻ പ്രീമിയർ പ്രോയോ ഉപയോഗിച്ചിരുന്നത്. ഡാവിൻസി റിസോൾവ് നല്ല സൂപ്പർ സോഫ്റ്റ്വെയർ ആട്ടോ. ഇപ്പോൾ ഗോൾഡേക്ക് ചെറിയൊരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാറ് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും സാധാരണ എന്നൊന്നുമില്ല, എല്ലാ ദിവസവും രാവിലെ എഗ്സ്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് 40 വയസ്സായി. പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടി, സ്ട്രെങ്ത് ട്രെയിനിങ് കൂട്ടി. അപ്പോൾ ഈ പറഞ്ഞ പ്രോട്ടീൻ ഈ ഒരു ഫുൾ ഡേയുടെ ഒരു 8 മണിക്കൂർ വിൻഡോൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാണ്ടായപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി ആഡ് ചെയ്തത്. സോ എല്ലാ ദിവസവും തന്നെ ഇവിടെ സ്ക്രാമ്പിൾഡ് എഗ് ആണ്. എങ്ങനെയാണ് സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കുക? ഒരു ലേശം ഫ്രഷ് ക്രീം ഇതുപോലെ ഒരു പാനിലേക്ക് ഒഴിക്കുക. ഇനി ഫ്രഷ് ക്രീം ഇല്ല വെച്ചെങ്കിൽ ബട്ടറോ നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിൽ ഒഴിച്ചോട്ടാ. ഇവിടെ ഏതാണ്ട് ഒരാഴ്ചയിൽ 56 മുതൽ 60 മുട്ട 70 മുട്ട ചിലവാകട്ടെ ഞങ്ങളുടെ വീട്ടിൽ. ഓക്കെ, ഇപ്പോൾ ഒരാൾക്ക് 3 മുട്ട വെച്ചിട്ടാണ്. ഗോൾഡ് എപ്പോഴും ആലോചിക്കണേ, ശരിക്കും ചോദിക്കുന്നത്. പിന്നെ അല്ലാണ്ട് 8 മുട്ട വേണം ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം. ഒരു മുട്ടയിൽ ഏതാണ്ട് 5 to 6 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അപ്പം നമുക്ക് 3 മുട്ട കഴിച്ചാൽ തന്നെ രാവിലെ 18 ഗ്രാം പ്രോട്ടീൻ കിട്ടും. ഇനി എന്താണ്? ബീഫ് ബോൺ ബ്രോത്ത് കേട്ടാ. ബീഫ് സ്റ്റോക്ക് നല്ല സൂപ്പർ കൊളാജൻ, നല്ല എല്ലിനും പല്ലിനും ഒക്കെ അടിപൊളി സാധനമാണ് കേട്ടോ. യു മസ്റ്റ് ഡ്രിങ്ക് കൊളാജൻ. മുടിക്ക് എന്നിട്ട് ഞാൻ പെട്ടയാണല്ലോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ. പെട്ട എന്ന് പറയുന്നത് പാരമ്പര്യമാണ്. നമ്മുടെ ജനറ്റിക്കലി ഈ സാധനം ഡിസൈഡ് ചെയ്തിട്ടുള്ളതാണ് പെട്ടയാവണത്. മുടിയുള്ള ആൾക്കാർക്ക് നല്ല ആരോഗ്യമുള്ള മുടി. ഇപ്പോൾ ഈ സാധനം കുടിച്ചുകൊണ്ട് മുടി വെള്ളയാവാതിരിക്കുകയോ മുടി കൊഴിയാതിരിക്കുകയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് കൊഴിയണവന് അത് കൊഴിയൂട്ടാ. അതല്ല വെച്ചെങ്കിൽ പ്രായമാകുമ്പോൾ പെട്ടയാവണത് പെട്ടയോ. നീ ഇതൊക്കെ കുടിച്ചിട്ട് നമുക്ക് പെട്ടയാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. I love my peta and people love my peta too, like a Johnny Sins. So good day bro. സ്ക്രാമ്പിൾഡ് ഭയങ്കര ഈസി കേട്ടോ. ഇതുപോലെ ഒരു റബ്ബർ സ്പാച്ചിൽ എടുക്കുക, വുഡൻ സ്പാച്ചിൽ എന്തായാലും കുഴപ്പമില്ല. റബ്ബർ സ്പാച്ചിലാണ് എനിക്ക് എപ്പോഴും നോൺ സ്റ്റിക്ക് പാനിൽ സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കാൻ ഇഷ്ടം. എന്നിട്ട് ഇങ്ങനെ ആക്കുക. സ്ക്രാമ്പിൾഡ് എഗ് ഒരിക്കലും ഓവർ കുക്ക് ചെയ്യരുത് കേട്ടോ. ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിന്നാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ അതിൻ്റെ ആ ഒരു ക്രീമി സ്മൂത്ത് ടെക്സ്ചർ
നഷ്ടപ്പെടും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറച്ച് ലിക്വിഡ് ഓൺ ദ ടോപ്പ് അടിയിൽ നിന്ന് കുക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിയർലി ഇനിയൊരു 10-20 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നമുക്കിത് ഓഫ് ചെയ്യണം. ഇല്ല വെച്ചെങ്കിൽ ഇത് നല്ല ക്രീമി ആയിട്ട് കിട്ടില്ല. ഇത് ഓഫ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്റ്റീം ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. അതിൻ്റെ ശാസ്ത്രം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയിച്ചെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. കണ്ട ഇത്ര മതിട്ടാ. ഓക്കെ, ടേൺ ഇറ്റ് ഓഫ്. ഇത് കണ്ട ഇത്ര നേരം തീ കത്തുമ്പോൾ സ്റ്റീം ഉണ്ടായിരുന്നില്ല, തീ ഓഫ് ചെയ്ത വെച്ചാൽ സ്റ്റീം വന്നു. കണ്ട എന്താ അല്ലേ? എൻ്റെ ഇതിലിപ്പോൾ ഇത് കുറച്ച് ഓവർ കുക്ക്ഡ് ആണ് എനിക്ക്, ബട്ട് സി നല്ല നൈസ് ആൻഡ് സ്മൂത്ത്. നൗ നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്യാൻ പോണേ. സ്റ്റോക്ക് ചൂടായിട്ടുണ്ട്, അതിലേക്കും കുറച്ച് സോൾട്ട്. നൗ ടൈം ടു ഈറ്റ്. പുള്ളിരുന്ന് കുക്ക് ആവുകയാണ്. ഇത്രയും കുക്ക് ആവരുത്. ചിലർക്ക് നന്നായിട്ട് കുക്കായതാണ് ഇഷ്ടം, ദാറ്റ്സ് ഓക്കെ. പക്ഷെ എനിക്ക് ഇത്രയും കുക്കായതല്ല ഇഷ്ടം. ഓക്കെ, ഇവിടെ ഞാൻ പോർഷൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. പിങ്ങൂനുള്ളത്, എനിക്കുള്ളത്, അമ്മയ്ക്കുള്ളത്. ഈസി ബ്രേക്ക്ഫാസ്റ്റ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കുറച്ച് കാപ്സ് വേണമെന്ന് വെച്ചെങ്കിൽ ഐ വുഡ് പ്രിഫർ എ ബനാന. ഇപ്പം നമ്മുടെ നേന്ത്രപ്പഴം പുഴുങ്ങിയതാണെങ്കിൽ, അല്ലെങ്കിൽ നേന്ത്രപ്പഴം ആണെങ്കിൽ ഒരു പകുതി തള്ളി ഇടുന്ന തോന്നുന്നത് സമയമില്ല. അല്ലെങ്കിൽ ഒരു ബനാന, ഒരു 100 grams ബനാന, 79 calories ഓഫ് ഊർജ്ജം, നല്ല ക്വിക്ക് ഊർജ്ജമാണ്. പിന്നെ സ്റ്റോക്ക് നമ്മൾ കഴിക്കുന്നുണ്ട്. സ്റ്റോക്ക് അനദർ 9 grams ഓഫ് പ്രോട്ടീൻ. അപ്പോൾ ഇതിപ്പോൾ 318 + 9 ഏതാണ്ട് 27 grams ഓഫ് പ്രോട്ടീൻ തന്നെയായി രാവിലെ. ആൻഡ് ഗുഡ് ഫാറ്റ് ഫ്രം എഗ് യോക്സ്. ബനാന ആകുമ്പോൾ കുക്ക് ചെയ്യണ വേണ്ട. ബനാന ഓൾറെഡി മരത്തിൻ്റെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് കഴിക്കാൻ പാകത്തിനായിട്ടാണ് വരുന്നത്. ഈസി ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ എന്നിട്ട് ദോശയും കൂശിയും ഒന്നും ഉണ്ടാക്കാൻ സമയമില്ല എന്ന് മാത്രമല്ല, ഇറ്റ്സ് ടു മച്ച് കാർബ്സ്. നമ്മളൊരു ദോശയിൽ നിർത്തില്ലേ, അതാ കുഴപ്പം. പ്രിങ്ങോന് ഇഷ്ടമല്ല സ്റ്റോക്ക് കഴിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ് രാവിലെ സ്റ്റോക്ക് കുടിക്കാനായിട്ട്. നല്ല ഒരു റീഫ്രഷിങ് ആയിട്ടുള്ള അടിപൊളി സ്പൈസി, നല്ല ഉമാമി, ടു മച്ച് ഉമാമി. ചില സമയത്ത് ഞാൻ എന്താ വെച്ചാൽ കുറച്ച് അജിനോമോട്ടയും കൂടി ഇതിൽ ഇടാറുണ്ട്. എനിക്ക് അജീനമുട്ടേനെ പേടിയല്ല. അപ്പോൾ രാവിലെ തന്നെ 2 മുട്ട, ഒരു അജീനമുട്ട, ഒരു കോഴിമുട്ട. അപ്പോൾ ഇനി ലഞ്ചിന് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് അഗെയിൻ മീറ്റ് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. എന്താണ്? ബീഫ് ബർഗർ. ബീഫ് ബർഗറിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബേക്കൺ, പിന്നെ ഒരു ന്യൂട്രീഷൻ ബോംബ്. ന്യൂട്രീഷൻ ബോംബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ദിവസം ഏതെങ്കിലും ആനിമൽസിൻ്റെ ഇൻറ്റേർണൽ ഓർഗൺ, അതായത് ഒന്നെങ്കിൽ ലിവർ, അതല്ലെങ്കിൽ ഹാർട്ട്, അല്ലെങ്കിൽ ബോട്ടി, അങ്ങനെ ഏതെങ്കിലും ഇൻറ്റാണ്. കാരണം എന്താണ്? ഇൻറ്റേർണൽ ഓർഗൻസിൽ എന്താണ് ഭയങ്കര ന്യൂട്രിയൻറ്റ് റിച്ച് ആണ്. എസ്പെഷ്യലി മൈക്രോ ന്യൂട്രിയൻസ്, വൈറ്റമിൻസ് ഒക്കെ ഒരുപാട് ഉള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ന്യൂട്രീഷൻ ബോംബ് എന്താ വെച്ച് കഴിഞ്ഞാൽ ബീഫ് ലിവർ. ഇപ്പോൾ ചില ആൾക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ബീഫ് ലിവർ ഇറച്ചിയൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കുന്ന ആളാണ് എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ചില സാധനങ്ങൾ പച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഈ ഡെലിക്കസിയാണ് പല സാധനങ്ങളും പച്ചയ്ക്ക് കഴിക്കുക എന്ന് പറയുന്നത്. ഇന്ന് ഒരു സെറ്റ് ഓഫ് ആളുകൾ ഈ ബീഫ് ലിവർ ചിലർക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നാറുണ്ട്. എനിക്കും ബീഫ് ലിവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ഒരു സാധനമാണ്. ഇഷ്ടമല്ല എനിക്ക് ബീഫ് ലിവർ കഴിക്കാൻ. പക്ഷേ ചിലവർ ഇതിനെ ഫ്രീസ് ചെയ്തിട്ട് പച്ചയ്ക്ക് മുറിച്ച് കഴിക്കാറുണ്ട്. അതും ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് പറ്റണില്ല. പിന്നെ നമ്മൾ ബീഫ് ലിവറിനെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തിൻ സ്ലൈസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പാൻ ഫ്രൈ ചെയ്ത് എടുക്കണേ ഉള്ളൂ. ഒരു ന്യൂട്രീഷൻ ബോംബ് എന്ന് പറയുമ്പോൾ ഒരു 100 grams എവറി വീക്ക്, അതല്ല വെച്ചെങ്കിൽ 200 grams എവറി വീക്ക് കഴിച്ചാൽ മതി. ഇനി ഒരു 300 gram കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മരിച്ചു വീഴില്ല കേട്ടാ. ഇന്ന് നമ്മൾ കാപ്സായിട്ട് കഴിക്കുന്നത് സവാഡോ ബ്രെഡാണ്. അങ്ങനെ സവാഡോ ഒന്നൊന്നുമില്ല, സവാഡോ കിട്ടുമ്പോൾ മേടിക്കാറുണ്ട്. സവാഡോ കുറച്ചും കൂടി കാലറി കുറവാണ്, പെട്ടെന്ന് നമുക്ക് ഡൈജസ്റ്റ് ആവുന്ന ഒന്നാണ്. ഇല്ല വെച്ചെങ്കിൽ ഇവിടെ ബ്രയോഷ് അങ്ങനെ ഏതെങ്കിലും ബണ്ണാണ് മേടിക്കാറ്. ഒരു ബണ്ണ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 150 calories അല്ല വെച്ചെങ്കിൽ 180 calories ഉണ്ടാവും കേട്ടോ ഒരു ബർഗർ ബണ്ണ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ശരിക്കും ജങ്ക് എന്ന് വേണമെങ്കിൽ പറയാൻ ഒരു ലേശം പുളി, ഒരു ലേശം മധുരം, കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഇവിടുത്തെ ഷിറാച്ചേര ഒരു സോസ് ഉണ്ട്, അല്ല വെച്ചെങ്കിൽ ബാർബക്യൂ സോസ് ഉണ്ട്. നിങ്ങൾക്ക് ബാർബക്യൂ അല്ലെങ്കിൽ ഇതിലുള്ള എന്താ പറയുക സ്വീറ്റ്, സോൾട്ട്, പ്രിസർവേറ്റീവ്സ് ഒക്കെ ഭയങ്കര ഫസി ആണെങ്കിൽ ഡോണ്ട് യൂസ് ഇറ്റ്. ഇവിടെ ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ഷിറാച്ച യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിലാണെങ്കിലും എപ്പോഴും നമ്മൾ അവക്കാഡോ കിട്ടുവെച്ച് ഞാൻ അവക്കാഡോയാണ് ഉപയോഗിക്കാറ്. പക്ഷേ അവക്കാഡോ സീസൺ അല്ല, ചണ്ടി അവക്കാഡോ കിട്ടണേ. സവർ ക്രീം, ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ബർഗർ സെറ്റ് ചെയ്യണേ കേട്ടോ. ലിവർ ബോംബ്, അതല്ല വെച്ചെങ്കിൽ നമ്മുടെ ന്യൂട്രീഷൻ ബോംബ്. ഇതിന് നമ്മൾ പോർഷൻ ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പാടുള്ള ഒരു ഏരിയ കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല ലിവർ, പക്ഷേ പ്രിങ്ങു ലവ് ഇറ്റ്. നോ, പ്രിങ്ങുവിന് ഇഷ്ടമല്ല. ഓക്കെ, ഒരു ലോ ഉണ്ട് ഇവിടെ. എപ്പോഴാണോ ന്യൂട്രീഷൻ ബോംബ് ഉള്ള വെച്ചെങ്കിൽ ന്യൂട്രീഷൻ ബോംബിന് ശേഷം മാത്രമേ മെയിൻ മീൽ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. ഇപ്പം നിങ്ങൾ കഴിക്കേണ്ടത് ഇത് ഇങ്ങനെയാണ് എല്ലാ ദിവസവും കഴിക്കുന്നത്, ഇതാണോ ലഞ്ചിന് കൊണ്ടുപോകണേ, അതെ ഇങ്ങനെയാണ് എല്ലാ ദിവസവും കൂടെ കഴിക്കുന്നത്. നിങ്ങൾ എപ്പോഴും എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ലഞ്ചിനും നമ്മൾ കൊണ്ടുപോകണം കേട്ടോ. ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ, അതായത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചെയ്യുന്നുണ്ട്. കമോൺ,
ലിവർ കഴിക്കുന്ന ദിവസം ഈ നെഞ്ഞത്തഴി നിലവിളി അവിടെ ഒന്നും നോക്കണ്ട, വേഗം അടിച്ചോ. എനിക്കും വേണ്ട. പക്ഷേ ഡുറിയൻ കഴിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു നിങ്ങൾക്ക് പറ്റാത്ത സാധനങ്ങളുണ്ടോയെന്ന്. എനിക്ക് പറ്റാത്ത സാധനങ്ങളുണ്ട്. ലിവർ കേട്ടോ, ടു സ്ട്രോങ്. ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിവർ. എനിക്ക് അങ്ങനെ ഇങ്ങനെ മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ വരട്ടി കഴിയുമ്പോൾ നല്ലതെന്ന് തോന്നുന്നു, അറിയില്ല, ഞാൻ കഴിച്ചിട്ടാണ്. എനിക്ക് എന്ത് വരട്ടിയാലും എനിക്ക് ലിവർ പറ്റില്ല. ഞാൻ മൈ ബർഗർ ടൈം. പാറ്റി വേണ്ടെന്ന്. അല്ല സോറി, ഇത് വേണ്ട, ബണ്ണ് വേണ്ട. ആകെ നോട്ട് ഈവൻ 40 grams പോലും ഇല്ല കേട്ടോ അതിൻ്റെ ലിവർ. ഒന്നും തൂത്തിട്ടില്ല, വെറുതെ ഒരു സ്റ്റൈലിന് അല്ല രസത്തിന് കാണിച്ച. പേടിച്ചല്ല, എനിക്ക് ദേഷ്യം വരുന്നു. എനിക്കും. ഹലോ, നോ, ദാറ്റ്സ് യുവർ പോർഷൻ, യു നീഡ് ടു ഈറ്റ് യുവർ പോർഷൻ. ഒറ്റ ദിവസം പോലും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിന്റെ ബിസ്ക്കറ്റ് തീർക്കാൻ. നോ നോ നോ, യു കാൻ ചീറ്റ്. നോ, ഈറ്റ് യുവർ ലിവർ. വേങ്ങച്ചോ. ഓക്കെ, അപ്പോൾ ലഞ്ച് കഴിഞ്ഞു. ഇപ്പം നമുക്ക് അപ്രോക്സിമേറ്റ്ലി അല്ലേ 100 ഗ്രാമിൽ 25 ഗ്രാം ആവറേജ് പിടിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ട്. ഒരു 50 to 60 ഗ്രാം പ്രോട്ടീൻ റിച്ച് ഫുഡാണ് നമ്മൾ ലഞ്ചിന് കഴിച്ചത്. അതിൽ ഇഷ്ടംപോലെ മൈക്രോ ന്യൂട്രിയൻസ് ഉള്ള അല്ലേ, അയേൺ ഉള്ള അല്ലേ, ബീഫ്, പിന്നെ മാക്രോ ഉണ്ട്. എന്നാൽ ആവശ്യത്തിന് കാബ്സ് ഉണ്ട്. എന്നാൽ കാബ്സ് ഒരിക്കലും 100 ഗ്രാംസിന് മേലെ ഇട്ട് പോയിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ഈവനിങ് ടീ ടൈമിൻ്റെ സമയത്ത് കാണാം. കുറച്ച് ധൃതിയിലുള്ളതെന്ന് ഇന്ന് പിങ്ങുവിന് ബുധനാഴ്ച കാരണം സ്വിമ്മിങ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ സ്നാക്ക് ടൈം കേട്ടോ. പിങ്ങുവിന് സ്നാക്ക് ടൈം എങ്ങനെയുണ്ട്? 3 ബിസ്ക്കറ്റും 1 കാപ്പി. ഇതുവരെയുള്ള കാലറി റിസ്ട്രിക്ഷനും ഷുഗർ എല്ലാം ഇവിടെ പോകും. കുഴപ്പമില്ല, കിഡ്സ്. ഇനി ഇവൾക്ക് നമ്മളിത് കൊടുത്തില്ല എന്നുള്ള പരാതി വേണ്ട അല്ലേ? ഈ ഒരു കാര്യം നമ്മൾ ചോദിക്കുകയും നിർബന്ധിക്കുകയോ ഒന്നും വേണ്ട. നല്ല കറക്റ്റ് സമയത്തിന് ഒരു ചക്രശാസ്ത്രം ഇല്ലാണ്ട് കുട്ടികൾ ഇത് തിന്നും. കണ്ടിട്ടുണ്ടാ? വിശക്കുന്ന സമയത്ത് കോഴിമുട്ട പുഴുങ്ങിയത് വേണമെന്ന് ചോദിച്ചേക്ക് ഒരു കുഞ്ഞും വേണമെന്ന് പറയില്ല. അപ്പം ഞാൻ എന്താ കഴിക്കണ വെച്ചാൽ ഒരു 60 grams അല്ലെങ്കിൽ 80 grams ബ്ലൂബെറി ഉണ്ട്. നമുക്ക് കുറച്ചൊരു ചെറിയ മധുരമൊക്കെ കിട്ടാനായിട്ട് ഇതാണ് എൻ്റെ ഐസ്ക്രീം അല്ലെങ്കിൽ എൻ്റെ ഡെസേർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും. ഇവിടെ ഒരു മഫിനൊക്കെ ഗോൾഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊരു ഹാഫ് മഫിനൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ അഥവാ മഫിൻ കഴിക്കുകയാണെങ്കിൽ ഈ പ്രോട്ടീൻ പൗഡർ ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് കുടിക്കലാണ് കേട്ടോ പതിവ്. ദേ ഒരു യോഗട്ട് കുറച്ച് ബാക്കിയുള്ളത്, അതിലേക്ക് 1 സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ, നമ്മുടെ ബ്ലൂബെറീസ് മിക്സ് കണ്ടാ. അടുത്തതായിട്ട് ഞാൻ കഴിക്കുന്നത് ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒരു ദിവസം എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ചിലപ്പോൾ ഞാൻ വർക്കൗട്ടിന് മുന്നേ കഴിക്കാറുണ്ട്. വർക്കൗട്ടിന് ശേഷം ഞാൻ മറന്നു പോയി കഴിഞ്ഞാൽ ഉറങ്ങണേക്കാളൊക്കെ മുന്നേ ആയിട്ട് കേട്ടോ. ആവശ്യം വെള്ളത്തിൻ്റെ ഒപ്പം ഇട്ടിട്ടാണ് കഴിക്കാറ്. ഞാനിത് ഗോൾഡോട് കുറേ കാലമായി കഴിക്കാൻ പറയണു. ഇതുവരെ പേടിച്ചിട്ടിരിക്കുകയാണ്. ഒരു 1-2 മാസം കൂടി കഴിഞ്ഞിട്ട് ഗോൾഡ കഴിച്ചു തുടങ്ങാമെന്ന് പറയണേ. വുമൺ ഹെൽത്തിനാണെങ്കിലും വൺ ഓഫ് ദി ബെസ്റ്റ് സപ്ലിമെൻ്റ് ആണെന്നാണ് സയൻസ് പറയുന്നത്. സോ ഐ ടുക്ക് മൈ വൺ. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിന്ന് സ്വിമ്മിങ് ക്ലാസ് വരെ നമ്മൾ കുറച്ച് സോനയിലൊക്കെ പോയി ഇരുന്നിട്ട് തിരിച്ചു വരാം. എന്നിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാം. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മുടെ സോന കഴിഞ്ഞു. അപ്പോൾ ഇന്ന് പ്രിങ്ങുവിന് സ്വിമ്മിങ് ഉള്ള കാരണം സോനയ്ക്ക് പോയതാണ്. പിന്നെ അതല്ല വെച്ചെങ്കിൽ ഈ സമയത്ത് നമ്മൾ സാധാരണ വീട്ടിൽ എക്സസൈസ്, വെയിറ്റ് ലിഫ്റ്റിങ് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. ഓക്കെ, ഇനി ഡിന്നർ. ഇന്ന് ഞാനിവിടെ ചിക്കൻ കറിയും ചുവാറുമാണ് കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 300 ഗ്രാം ചിക്കൻ കറിയാണ് ഒരാൾ കഴിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ന് ജാസ്മിൻ റൈസ് ആണ്. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കാപ്സ്, ഏറ്റവും കൂടുതൽ ഡൈജസ്റ്റ് ആവുന്ന കാപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ റൈസാണ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 150 grams റൈസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ കറി, ഇനി കുറച്ച് തൈര് കേട്ടോ, ഒരു 100 ml തൈര് ഈച്ച്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ ഫുൾ മീൽ അവസാനിച്ചു. അപ്പോൾ ഏതാണ്ട് ഈ ഒരു പാറ്റേൺ ആണ് എല്ലാ ദിവസവും. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം കഴിച്ചിട്ടുള്ള നോൺ വെജിൻ്റെ അതല്ല വെച്ചെങ്കിൽ ആനിമൽ പ്രോഡക്ട്സ് നിങ്ങൾ കണ്ടില്ലേ, കാപ്സിൻ്റെ അളവ് എത്രയാണെന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം എന്താ വെച്ചെങ്കിൽ ഞാൻ അപ്പോൾ കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സ്റ്റോക്കിൻ്റെ മുകളിൽ നിന്ന് പുള്ളി ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ഏതാണ്ട് 1.5 കിലോ കിട്ടിയിട്ടുണ്ട്, ഇറച്ചി മാത്രം. അപ്പോൾ ആ ഇറച്ചി ഉപയോഗിച്ചിട്ട് പിഞ്ച് ചെയ്തെടുത്തിട്ട് സാൻഡ്വിച്ചുകൾ ഇപ്പോൾ ഇവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതും ഗോൾഡിലേക്ക് ജോലിക്ക് കൊണ്ടുപോകാനുള്ളത് ബാക്കിയുള്ളത് ഞാനിവിടെ ചിക്കി എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് അതൊരു ലഞ്ചാക്കി മാറ്റും, ഡിന്നറാക്കി മാറ്റും. പിന്നെ ബാക്കിയെല്ലാം തന്നെ മീറ്റാണ്. കാപ്സായിട്ട് കൂടുതൽ കഴിക്കുന്നത് റൈസ് തന്നെയായിരിക്കും. റാപ്പായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇവരൊരു ചപ്പാത്തി റോൾ കൊണ്ടുപോകും. അതല്ല വെച്ചെങ്കിൽ ബർഗർ ബണ്ണ്, ഈ 3 സാധനമാണ്. ബാക്കിയുള്ള സമയത്തെല്ലാം ബെറീസ്, അതല്ല വെച്ചെങ്കിൽ പഴം. ഇത് മാത്രമാണ് നമ്മുടെ
കാപ്സ്. ഇതിൻ്റെ ഒരു പാറ്റേൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. ഇനി ഇപ്പോൾ വെള്ളിയാഴ്ച നൈറ്റിലാണെന്ന് വെച്ചെങ്കിൽ കുറച്ച് മദ്യം കഴിക്കും, അതുപോലെ തന്നെ അന്ന് കൂടെ സ്നാക്സ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കും, ഇടയ്ക്ക് ഒരു ഐസ്ക്രീം കഴിക്കും. അപ്പോൾ നമ്മുടെ ഒരു കാലറി എങ്ങനെയാണെന്നുള്ളതും അല്ലേ, ഇത്രയൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ മെലിഞ്ഞിരിക്കണേന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എനിക്കെന്തോ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളതാണ് മെലിഞ്ഞിരിക്കണമെന്ന് വിചാരിക്കേണ്ട. ഞാൻ തടിയുള്ള ഫോട്ടോ അല്ലെങ്കിൽ എൻ്റെ കല്യാണ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് അന്ന് 92 kilograms തൂക്കമുള്ള ഞാനായിരുന്നു. ഇപ്പം ഞാൻ 68-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് കഴിച്ചിട്ടുള്ള ടോട്ടൽ ഫുഡിൻ്റെ കാലറിയും അതിലുള്ള പ്രോട്ടീൻ്റെ അളവും ഒന്ന് നോക്കാം. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ കുടിച്ചിട്ടുള്ള കാപ്പി 10 ml ക്രീമാണ് ചേർത്തിട്ടുള്ള 38 കാലറി ഊർജ്ജമുണ്ട്. 3 കോഴിമുട്ട കഴിച്ചു, 18 gram പ്രോട്ടീൻ, 210 കാലറി ഊർജ്ജം. അതിൽ നമ്മൾ ക്രീം ചേർത്തിട്ടുണ്ടായിരുന്നു, 20 ml ക്രീം ചേർത്തു, 1 gram പ്രോട്ടീൻ, അതുപോലെ തന്നെ 80 കാലറി ഊർജ്ജം. ബീഫ് ബ്രോത്ത് 300 ml കുടിച്ചു, 9 gram പ്രോട്ടീൻ, 40 കാലറി ഊർജ്ജം. ഓൾ ടുഗദർ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് കാപ്പി 330 കാലറി ഊർജ്ജം, 28 gram പ്രോട്ടീൻ. ഇനി ലഞ്ച്. ബീഫ് ലിവർ 60 gram ആണ് ഉണ്ടായിരുന്നത്, 15 gram പ്രോട്ടീൻ, 100 കാലറി ഊർജ്ജം. ബേക്കൺ 80 gram ആണ് ഉണ്ടായിരുന്നത്. ബേക്കൺ ഹൈ ഇൻ പ്രോട്ടീൻ ആണ് കേട്ടോ, 28 gram പ്രോട്ടീൻ. പക്ഷെ കാലറി അതുപോലെ തന്നെയാണ്, ടു ഹൈ, ഫാറ്റ് കൂടുതലാണ്, 400 കാലറി ഊർജ്ജം ഉണ്ട്. ബീഫ് പാറ്റി 100 gram, 25 gram പ്രോട്ടീൻ, 250 കാലറി ഊർജ്ജം. സവർ ക്രീം നമ്മൾ 30 ഗ്രാമോളം ചേർത്തിട്ടുണ്ടാവണം, 1 gram പ്രോട്ടീൻ, 64 കാലറി ഊർജ്ജം. ബാർബക്യൂ സോസ് 20 gram ആണ് ചേർത്തിട്ടുണ്ടായിരുന്നത്, പ്രോട്ടീൻ്റെ അളവ് എടുക്കേണ്ട, 40 കാലറി ഊർജ്ജം. ചീസ് 15 ഗ്രാമോളം ചേർത്തിട്ടുണ്ടെന്ന് കരുതുന്നു, പ്രോട്ടീൻ നമ്മൾ അതിന് എടുക്കണില്ല, 50 കാലറി ഊർജ്ജം. ബർഗർ ബൺസ് ഹാഫ് ആണ് കഴിച്ചത്, അതിൻ്റെയും പ്രോട്ടീൻ നമ്മൾ എടുക്കണില്ല, 75 കാലറി ഊർജ്ജം. ഓൾ ടുഗദർ 979 കാലറി ഊർജ്ജം, 69 gram പ്രോട്ടീൻ. ഇനി നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്ക്. പ്രോട്ടീൻ പൗഡർ 1 സ്കൂപ്പ്, 24 gram പ്രോട്ടീൻ, 121 കാലറി ഊർജ്ജം. പിന്നെ ബെറീസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് അപ്രോക്സിമേറ്റ്ലി ഒരു 78 കാലറി ഊർജ്ജം. യോഗേട്ട് ഒരു 100 gram ഉണ്ടെന്ന് കരുതുന്നു, 10 gram പ്രോട്ടീൻ, 60 gram ഊർജ്ജം. അപ്പോൾ ടോട്ടല് 259 കാലറി ഊർജ്ജവും ഏതാണ്ട് 34 gram പ്രോട്ടീനുമാണ് സ്നാക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ഡിന്നർ. ചിക്കൻ കറി അപ്രോക്സിമേറ്റ്ലി 300 gram കറി. അപ്പോൾ അതിൽ ഒരു ഇറച്ചി എന്ന് പറയുന്നത് ഒരു 200 gram ഉണ്ടെന്ന് കൂട്ടിക്കോ. 27 gram ആണ് പ്രോട്ടീൻ്റെ കണക്ക്. ഇറച്ചി ചിക്കൻ 100 gram വരണേ. അപ്പോൾ ഒരു 60 gram പ്രോട്ടീൻ, 300 കാലറി ഊർജ്ജം. റൈസ് 150 gram, 200 കാലറി ഊർജ്ജം. റൈസിലുള്ള പ്രോട്ടീൻ എടുത്തിട്ടില്ല കേട്ടോ. യോഗട്ട് അഗെയിൻ 100 gram, 10 gram പ്രോട്ടീൻ, 60 കാലറീസ് ഓഫ് ഊർജ്ജം. അപ്പോൾ 560 കാലറിയാണ് ഡിന്നറിന് കഴിച്ചത്, 70 gram പ്രോട്ടീനാണ് ഡിന്നറിൽ നിന്ന് കിട്ടിയത്. ഓൾ ടുഗദർ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 201 gram പ്രോട്ടീനും അതുപോലെ തന്നെ 2166 കാലറീസ് ഓഫ് ഊർജ്ജമാണുള്ളത്. സ്റ്റിൽ യു ആർ ഇൻ എ കാലറി ഡെഫിസിറ്റ്. ഇത്രയൊക്കെ കഴിച്ചിട്ടും നമ്മുടെ സാധാരണ ഒരു 40 വയസ്സായ എൻ്റെ പ്രായമുള്ള ഒരാളുടെ ഒരു ദിവസത്തെ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് കാലറി ഇൻടേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 2200-ൻ്റെയും 3000-ൻ്റെ ഇടയിലാണ്. അപ്പോൾ 2200 എന്നൊക്കെ പറയുന്നത് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരാൾ, അത്യാവശ്യമൊക്കെ എന്തെങ്കിലും ജോലിക്ക് പോകണേ. ഞാനൊക്കെ ഒരു ലേശം കൂടി ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. കാരണം എക്സസൈസ് ചെയ്യാറുണ്ട്, മറ്റുള്ള എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഒരു 2500 മുതൽ 2800 കാലറി എന്ന് വേണമെങ്കിൽ ഒരു ദിവസം നമുക്ക് എടുക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ മാതിരി നോൺ വെജും ബേക്കണും, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ബേക്കൺ, നമുക്ക് ബേക്കൺ ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്ന് ന്യൂട്രീഷൻ ബോംബ് ഒരെണ്ണം എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ടിൻ്റെയും കാലറി എക്സ്ട്രാ തള്ളി വന്നിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ കാലറി ഡെഫിസിറ്റിലാണ് ഉള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. മനസ്സിലായ? ഇനി അപ്പം നിങ്ങൾക്ക് വിശക്കില്ലേ എന്ന് ചോദിക്കുന്നില്ലേ? വിശക്കില്ല. ഞാൻ ഈ മീല് കഴിക്കണത് എന്താണെന്നറിയോ? എനിക്ക് എൻ്റെ ഒരു ദിവസത്തെ പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുന്നത് എൻ്റെ ബോഡി വെയിറ്റ് ഇൻറ്റു 2 അല്ലെങ്കിൽ 2.2 എന്നുള്ള കണക്കാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഞാൻ ഹെവി വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്താ പറയുക, സാർക്കോപ്പീനിയ അല്ലേ, നമുക്ക് 40 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എല്ലാ വർഷവും ഏതാണ്ട് 1% നമ്മുടെ മസിൽ ഇങ്ങനെ ഡിറ്റീരിയോറേറ്റ് ചെയ്ത് വരുന്ന അവസ്ഥയാണത്. മസിൽ ഇങ്ങനെ ഇല്ലാണ്ടാവുക. അപ്പോൾ അതിന് മേലെ അടിച്ച് നിൽക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ പ്രോട്ടീൻ കഴിച്ചിട്ട് എക്സ്ട്രാ എക്സസൈസ് ചെയ്യണം. അപ്പോൾ ഇത്രയും പ്രോട്ടീൻ കഴിക്കാനായിട്ട് ഈ മീൽ പ്ലാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കണേ. അല്ലാച്ചെങ്കിൽ വെച്ചിക്കണ തന്നെയില്ല. ഇപ്പോൾ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്.
ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടായിരുന്നില്ല, സ്റ്റിൽ ഫുള്ളായിരുന്നു ഇത്രയും കഴിക്കുമ്പോഴേക്കും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഫുൾ മീലിൽ നിങ്ങൾ വെജിറ്റബിൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല, ഇല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ വെജിറ്റബിൾ കഴിക്കാത്തത്, അല്ലെങ്കിൽ ഞങ്ങൾ ആരും വെജിറ്റബിൾ കഴിക്കാത്തത്, അതല്ല വെച്ചെങ്കിൽ എന്തുകൊണ്ടാണ് ഫൈബർ നമ്മുടെ ഫുഡിൽ ഒരുപാട് കയറ്റാത്തത് എന്നുള്ളത് അടുത്തൊരു തവണ ഞാൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിറ്റി മച്ച് എല്ലാ ദിവസത്തെയും മീൽ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നോ, ബൈ ബൈ. ഇത് കണ്ട കോഴ കുണ്ടിയെല്ലാം ഉണ്ട്. കുണ്ടി കുണ്ടിയോ? ഡാഡ എടുത്തോ കുണ്ടി? ഗുഡ്. അത് അല്ലേ ഞാനൊന്നും പറഞ്ഞില്ല. She was talking about it. എനിക്ക് ഈ വീട്ടിൽ സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഞാൻ ക്ലിയറാണ്.